അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടുകൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ ബഹുമാനപ്പെട്ട മുജീബ് ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. അല്ലാഹു തആല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സദഖ അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സദഖയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അള്ളാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് അള്ളാഹു എത്തിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. അറിവിൻ പൂനിലാവ് പ്രധാന വാർത്തകൾ. മക്കയിലെ ഹജ്ജ് സേവകനെതിരെയുള്ള ഗുണ്ടാവിളയാട്ടത്തിന് ശേഷം വീണ്ടും KMCC ഗുണ്ടകളുടെ വിളയാട്ടം. ദുബൈ SKSSF മലപ്പുറം ജില്ലാ കൗൺസിൽ മീറ്റ് നടക്കുന്നു. ദുബൈ KMCC സംസ്ഥാന ജില്ലാ മണ്ഡലം നേതാക്കളടക്കം ഏതാനും ഗുണ്ടകൾ ഹാളിലേക്ക് കയറി വരുന്നു. സീറ്റിൽ ഇടം പിടിക്കുന്നു. വലിഞ്ഞു കയറി വന്ന് യോഗം തടസ്സപ്പെടുത്താനും നേതാക്കളെയും പ്രവർത്തകരെയും ബഹളമുണ്ടാക്കി ഭയപ്പെടുത്തി യോഗം അലങ്കോലമാക്കാൻ പ്ലാനിട്ട് വന്നതാണെന്നും അറിഞ്ഞിട്ടും SKSSFന്റെ നേതാക്കൾ കൗൺസിലർമാരില്ലാത്ത സമസ്തയുടെയോ SKSSFന്റെയോ ഒരു പ്രോഗ്രാമിലും കണ്ട് പരിചയം പോലുമില്ലാത്ത ഏതാനും ഗുണ്ടകൾ മാത്രമാണെന്നറിഞ്ഞിട്ടും അവരെ ഹാളിന് പുറത്താക്കാതെ സംയമനത്തോടെ രംഗം നിയന്ത്രിച്ചത് അത്ഭുതമായിരുന്നു. പ്രത്യേകം ക്ഷണിക്കപ്പെട്ട പ്രവർത്തകരെയും നേതാക്കളെയും ഉൾപ്പെടുത്തി സമസ്തയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും പുതിയ ജില്ലാ ഭാരവാഹികളെ തെരഞ്ഞെടുക്കാനും ചേർന്ന യോഗത്തിലാണ് KMCC നേതാക്കളും പ്രവർത്തകരും വലിഞ്ഞു കയറി വന്ന് ഗുണ്ടായിസം കാട്ടി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത്. 15/6/2025 ഞായറാഴ്ചയായിരുന്നു സംഭവം. അധികാരത്തിന്റെ പിൻബലത്തോടെയും പണത്തിന്റെ ഹുങ്ക് കൊണ്ടുമാണ് KMCC ഇത്തരം നീചമായ പ്രവർത്തനം ചെയ്തതെന്ന് SKSSF ആരോപിച്ചു. മുസ്ലിം ലീഗ് ഏൽപ്പിച്ച പണിയെടുക്കാത്ത മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി PMA സലാം. ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും PMA സലാം. SMF തെരഞ്ഞെടുപ്പിൽ പൊട്ടിത്തെറി. പലരെയും SMFൽ നിന്ന് മാറ്റി നിർത്തിയതാണ് സുഹാബികളെ ചൊടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. പാർട്ടി പ്രവർത്തന ഫണ്ട് പിരിവിൽ നിശ്ചയിച്ച തുക പിരിക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ്. ഫണ്ട് പിരിവിനായി ആരംഭിച്ച ഹദിയ ക്യാമ്പയിനിൽ പ്രതീക്ഷിച്ച പിരിവ് ലഭിക്കാത്തതോടെയാണ് നേതൃത്വം കടുത്ത നടപടിക്കൊരുങ്ങുന്നത്. 30 കോടി പ്രതീക്ഷിച്ചു തുടങ്ങിയ ഫണ്ട് ശേഖരണത്തിൽ ഇതുവരെ 7.5 കോടി മാത്രമാണ് സമാഹരിക്കാനായത്. ഒരു മെമ്പർഷിപ്പിന് 200 രൂപ കണക്കാക്കിയാണ് 30 കോടി പിരിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. പാർട്ടിയുടെ ഓരോ ഘടകത്തിനും കൃത്യമായ ലക്ഷ്യം നിശ്ചയിക്കുക മാത്രമല്ല, ഓരോ ശാഖയിലും പിരിക്കുന്ന തുകയും നൽകുന്ന വ്യക്തിയുടെ പേരും രേഖപ്പെടുത്തുന്ന ഹദിയ IUML എന്ന ആപ്പും ഉണ്ടാക്കി. ഏപ്രിൽ 1 മുതൽ 30 വരെയാണ് ക്യാമ്പയിൻ നടത്താൻ തീരുമാനിച്ചത്. റമദാൻ മാസം കൂടി കണക്ക് കൂട്ടിയായിരുന്നു ഈ തീരുമാനം. എന്നാൽ പ്രതീക്ഷിച്ചതിന്റെ തൊട്ടടുത്ത് പോലും പിരിവെത്താത്തതിനെ തുടർന്ന് ക്യാമ്പയിൻ 1 മാസം കൂടി നീട്ടി. 1.5 മാസം പൂർത്തിയാകുമ്പോൾ 7.5 കോടി രൂപ മാത്രമാണ് ശേഖരിക്കാനായത്. ഫണ്ടിനായി 500 പേരെയെങ്കിലും ഒരു ശാഖാ കമ്മിറ്റി സമീപിച്ചിരിക്കണമെന്നതായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശം. ലക്ഷ്യത്തിന്റെ 50% പൂർത്തീകരിക്കണം. രണ്ടിലും പരാജയപ്പെടുന്ന ശാഖാ ഭാരവാഹികളെ നിലനിർത്തേണ്ടതില്ല എന്നതാണ് പുതിയ തീരുമാനം. പാർട്ടി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാതെ നടപ്പാക്കാതെ പോകുന്ന ഘടകങ്ങളെ എന്ത് ചെയ്യണമെന്ന് സ്വാഭാവികമായും പാർട്ടിക്ക് ആലോചിക്കേണ്ടി വരുമല്ലോ.
അത് ചെയ്യും. പാർട്ടി ഗൗരവത്തോടെ ഏൽപ്പിച്ച ഒരു ചുമതല ഏറ്റെടുക്കാൻ കഴിയാത്ത ഘടകങ്ങളെ വെച്ച് മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്താനാകില്ലെന്നും നേതൃത്വം വിലയിരുത്തുന്നു. അതേസമയം ഹദിയ ക്യാമ്പയിനിൽ സംസ്ഥാന നേതാക്കളിൽ പലരും തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ജില്ലാ നേതൃത്വത്തിന്റെ മേൽ അമിത സമ്മർദ്ദം ചെലുത്തുകയാണെന്നും വിമർശനമുണ്ട്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ള SMFന്റെ നേതാക്കന്മാരെ, പ്രവർത്തകരെ, അന്ന് SMFന് മീറ്റിങ്ങിന് പോകാൻ കഴിയില്ല. എനിക്ക് നല്ലൊരു ചെറിയൊരു പ്രയാസം ഉണ്ടായി. അപ്പോൾ ഇന്ന് പോയിട്ടില്ല. ഞാൻ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. ഈ ഗ്രൂപ്പിൽ പറയാം ഒരു വിഷമം, അതുകൊണ്ട് പറയാം. 6 ജില്ലാ പ്രതിനിധികളെ തിരഞ്ഞെടുത്തതിൽ ഒരാളെ പോലും മുതലൂർ പഞ്ചായത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. കാരണം ജില്ലയിലൊക്കെ പോകുമ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിലൊക്കെ പങ്കെടുത്ത് കാര്യങ്ങൾ അറിയാൻ ഒരാൾ മുതലൂർ പഞ്ചായത്തിൽ നിന്ന് വേണ്ടേ? ഇവിടെ സുന്നി ഉണ്ടല്ലോ, SMF ഉണ്ട്, ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരാളെ, ഇപ്പം വായക്കാട് പഞ്ചായത്തിന് 3 ആളുണ്ട്, ചീക്കോട് പഞ്ചായത്തിന് 2 ആളുണ്ട്, 5 ആയി. അല്ല 3 ആൾ ചീക്കോട് പഞ്ചായത്തിനുണ്ട്. അപ്പോൾ അത് ഒരു ഫുറാജും അസറുദ്ദീൻ താരിയും ബിജോലി മാസ്റ്ററും, അതുപോലെ BSK തങ്ങളും ആലിയാജും ജബ്ബാറാജും, 6 ആളെ അങ്ങനെ തിരഞ്ഞെടുക്കാൻ എന്താ അതിൽ പ്രത്യേക മാനദണ്ഡങ്ങൾ എന്തുണ്ടോ? അതിൽ ഒരാളെ മാറ്റി മുതലൂർ പഞ്ചായത്തിനൊക്കെ കൊടുത്തൂടെ? ഒക്കെ പുതിയ നമ്മളെ പൈസയും അങ്ങനത്തെ നല്ല പ്രാസംഗികന്മാരും ഒക്കെ നമ്മളെ പഞ്ചായത്തിൽ സുന്നത്തമായത്തിന് നടുതൂണായി നിൽക്കുമ്പോഴേ, അതുമല്ല ഈ മുതലൂർ പഞ്ചായത്താണ് നമ്മളെ സജറയുടെ അഭവ കേന്ദ്രം. അപ്പോൾ അതിനൊക്കെ നേരിടണമെങ്കിൽ ആളൊക്കെ വേണ്ടേ? ഒരു അഭിപ്രായം എൻ്റെ മനസ്സ് വന്ന് പറഞ്ഞെന്നുള്ളൂ. വേറെയൊക്കെ ഉള്ള ഉഷാറായി. നല്ലൊരു പദ്ധതികളെ നമുക്ക് ജില്ലയ്ക്ക് വെക്കാമായിരുന്നു. ആരും അഭിപ്രായം പറയട്ടോ, എന്താണെന്നറിയില്ല.
എന്റെ ഫോട്ടോ കണ്ട ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.